ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ തങ്കൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ അഞ്ചുരുളി എന്ന പ്രദേശത്താണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ വീഡിയോ. ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഞാൻ അധികം താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അഞ്ചുരുളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട് കട്ടപ്പന കാഞ്ചിയാറാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ഈ ഒരു അഞ്ചുരുളിയിലേക്കും. അപ്പൊ നമ്മൾ കാറിനാണ് പോകുന്നത്. അപ്പൊ ഇടയ്ക്ക് വീഡിയോ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, കാരണം വഴി അത്ര ശരിയല്ല. അപ്പൊ നമ്മൾ പോകുമ്പോൾ വണ്ടി കുലുങ്ങുന്ന കൂടെ നമ്മളും കുലുങ്ങുന്നതാട്ടോ. അപ്പൊ നമ്മൾ അഞ്ചുരുളിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഇരു സൈഡിലും മരങ്ങൾ ഇങ്ങനെ ഇടതിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ നടുക്കൂടിയാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഒരു വനത്തിനുള്ളിലൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു അഞ്ചുരുളിയിലേക്ക് പോകുമ്പം. അത്യാവശ്യം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഈ ഒരു അഞ്ചുരുളി എന്ന് പറയുന്നത്. ഈ ഒരു അഞ്ചുരുളി സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു ടെമ്പോ ട്രാവലർ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് വലിയ തിരക്കിലായിരുന്നെങ്കിലും നമ്മൾ തിരിച്ചു പോന്നപ്പം 2-3 ടെമ്പോ ട്രാവലർ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ തിരക്ക് പിടിച്ചൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാട്ടോ. ഇനി നമുക്ക് അഞ്ചുരുളിയിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും കാണാട്ടോ. അഞ്ചുരുളിയിലെത്തി. ഇനി അതിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാവേ. അഞ്ചുരുളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ടണൽ എന്ന് പറയുന്നത്. അപ്പൊ 1974 മാർച്ച് 10-നാണ് നമ്മുടെ ഈ ഒരു ടണലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് 1980 ജനുവരി 30-നാണ് നമ്മുടെ ഈ ഒരു ടണലിന്റെ ഉദ്ഘാടനം നടത്തിയത്. അപ്പൊ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഇന്ത്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു അഞ്ചുരുളി ടണല് എന്ന് പറയുന്നത്. കമിഴ്ത്തി വെച്ച പോലെ 5 കുന്നുകളാണ് ഈ ഒരു ജലസംഭരണിയിൽ ഉള്ളത്. അപ്പം വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു കുന്നുകൾ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അഞ്ചുരുളിയുടെ മറ്റൊരു പ്രത്യേകത. അപ്പൊ നമ്മുടെ ഇടുക്കി ഡാമില് വെള്ളം നിറയുമ്പം അഞ്ചുരുളി ടണലിന്റെ 3/4 ഭാഗത്തോളം ജലം കയറും. 5 കിലോമീറ്റർ ദൂരമുള്ള ടണലിന്റെ അവസാന ഭാഗമാണ് ഈ അഞ്ചുരുളിയിൽ ഉള്ളത്. അപ്പൊ മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് കേട്ടോ ഈ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഏകദേശം 2000 അടിക്ക് മുകളിൽ ഉയരമുള്ള ഒരു മലയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടണലിലൂടെ ഒഴുകി വരുന്ന ഒരു ജലം ഇടുക്കി ജലസംഭരണിയിലേക്ക് പതിക്കുന്ന മനോഹരമായ രംഗമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മലയുടെ മറ്റൊരു പേരാണ് കല്യാണ തണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചുരുളിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാട്ടോ. പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാണ് ഈ ഒരു അഞ്ചുരുളി ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ
അഞ്ചുരുളിയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.